ഇത്തവണ കേരളത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഒരു ശക്തമായിട്ടുള്ള പോസിറ്റീവ് വോട്ടിംഗ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ടയ്ക്ക് ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇരു മുന്നണികളോടും ശക്തമായിട്ടുള്ള അമർഷം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്തായിരിക്കും. അതേസമയം സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഒരു തരത്തിലും UDF-ന് സഹായകരമാവില്ല. കാരണം ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ പോലെയാണ് അവരിവിടെ മത്സരിക്കുന്നത്. അവരുടെ മത്സരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. യാതൊരു നിലപാട് വ്യത്യാസവും ഈ രണ്ട് മുന്നണികൾക്കുമില്ല. ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. IND മുന്നണിയിലെ രണ്ട് കക്ഷികളും LDF-ഉം UDF-ഉം ഒരേ നിലപാട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഒരേ നയം തന്നെയാണ് അവർക്കുള്ളത്. നരേന്ദ്രമോദി മാത്രമാണ് കേരളത്തിൽ ഇത്തവണ ഒരു വികസന രാഷ്ട്രീയം ചർച്ചയാക്കിയത്. കേരളത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, വലിയ തോതിൽ ഭീകരമായിട്ടുള്ള അഴിമതി, സഹകരണ കൊള്ള, വർഗീയ രാഷ്ട്രീയം, ഇതിനെല്ലാം എതിരായിട്ട് ജനങ്ങൾ മോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. ഇത്തവണ പോസിറ്റീവ് വോട്ടിംഗ് ആയിരിക്കും, ഒരു സംശയവുമില്ല. എല്ലാ മണ്ഡലങ്ങളിലും മോദിജിക്ക് അനുകൂലമായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരമാണുള്ളത്. അത് തീർച്ചയായിട്ടും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ജൂൺ 4 കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. കേരള രാഷ്ട്രീയത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും. വയനാട് രാഹുൽ ഗാന്ധിക്ക് യാത്ര പറയാൻ വിട പറയാൻ ആൾക്കാർ തയ്യാറായിരിക്കുക. അവിടെ എല്ലാവരും പറയുന്നത് ബൈ ബൈ രാഹുൽ, വെൽക്കം മോദി എന്ന്. ഈ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി VP ജയരാജൻ കൂടിക്കാഴ്ച നമ്പർ പറഞ്ഞു. VP അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ച നടത്തിയെന്ന് അദ്ദേഹം തന്നെ. അല്ല, അത് ഇരു മുന്നണികളിലെയും പല പ്രമുഖരും, നിങ്ങളിപ്പോ ഒന്നോ രണ്ടോ പേരുകൾ മാത്രമാണ്, നിങ്ങളിപ്പോ സുധാകരൻ, VP ജയരാജൻ തുടങ്ങിയ പേരുകൾ മാത്രമാണ് കേട്ടത്. ഒരിക്കലും BJP-യിൽ ചേരില്ല എന്ന് വിചാരിക്കുന്ന കക്ഷികളുടെ തലവന്മാർ വരെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ജൂൺ 4 ശേഷം കൂട്ടത്തോടെ LDF, UDF മുന്നണികളിലെ പ്രമുഖർ BJP-യിൽ ചേരും. അതാ ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കൂടുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ്. സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെ ആയിരുന്നു. അല്ല, എല്ലാ തലത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. LDF-ലെയും UDF-ലെയും അസംതൃപ്തരായിട്ടുള്ള പല ആളുകളെ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ജൂൺ 4 കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പേരുകളാണ് BJP-യോടൊപ്പം NDA-യോടൊപ്പം ചേരുന്ന സ്ഥിതി വരും. ഈ നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് ലാബിനുൾപ്പെടെ കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കാൻ. അല്ല, അതൊക്കെ UDF ഇറക്കുന്ന ഓരോ സാധനങ്ങളാണ്. ഞങ്ങളിതൊന്നും ആരുടെയും ചർച്ച നടത്തിയ ആളുകളെ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞു. UDF കുറച്ച് ദിവസം BJP-യുടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള ഇത്തരം ആളുകളെ ഇറക്കുക, പ്രചാരണം നടത്താൻ. വിശ്വാസ്യതയുള്ള ആരെങ്കിലും അത് മറുപടി ചർച്ച നടക്കുന്നതിൽ എന്തെങ്കിലും അങ്ങനെ ഓഫറുകളൊക്കെ. അല്ലല്ല, ഇതൊക്കെ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലുണ്ട് ചർച്ചകൾ. ഇനി എങ്ങനെയായിരിക്കും ഇനി തുടർ ചർച്ചകൾ? അല്ല, ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ജൂൺ 4 ശേഷം നിങ്ങൾ അസാധ്യമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതുന്ന പല കക്ഷികളും പല നേതാക്കളും NDA-യുമായി വയനാട്ടിലെ ക്വിറ്റ് രാഹുൽ എന്നാണ് വയനാട് പറയുന്നത്. നിങ്ങൾ അപ്പോൾ ക്വിറ്റ് രാഹുൽ, അതാണ് വയനാട്ടിലെ ജനങ്ങൾ പറയുന്നത്. ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ബൈ ബൈ. അതുകൊണ്ട് ക്വിറ്റ് രാഹുലാണ്, ബാക്കിയെല്ലാം വെറും കള്ളപ്രചാരണങ്ങൾ മാത്രം. താങ്ക് യു.